ഹലോ ഫ്രണ്ട്സ്, ഡെവിലിഷ് ജോയ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവളിങ്ങനെ തേങ്ങി കരയാണ്. ആ ടൈമിലാണ് അങ്ങോട്ട് വരുന്ന സംഘം ഇവൾക്ക് ഹെഡ്സെറ്റ് വെച്ച് കൊടുക്കുന്നതും ഇവളിങ്ങനെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഇത് എൻ്റെ അല്ലെന്ന് ചോദിക്കുമ്പോൾ അതെ നിൻ്റെ തന്നെയാണ്, നീയല്ലേ ഇതൊക്കെ കളയാൻ പറഞ്ഞത്, അപ്പോൾ നിനക്ക് ആവശ്യമില്ലല്ലോ എന്നിവൻ ചോദിക്കുന്നതും ഇവളാണെങ്കിൽ എന്താ ഫസ്റ്റ് ലവിനെ കാണാൻ പോയില്ലേ എന്നവിടെ ചോദിക്കുന്നുണ്ട്. പോയിരുന്നു, വരുന്ന വഴിക്കാണ് അത്ര ഭംഗിയൊന്നുമില്ലാത്തൊരു പെൺകുട്ടി ഇവിടെ ഇരുന്ന് കരയുന്നത് കണ്ടത്, അതാ ഇങ്ങോട്ട് കയറിയത്. ശരി, ഞാൻ നിന്നെ ശരിക്കും നോക്കട്ടെ, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഇവളുടെ ഫേസിലേക്ക് ഇങ്ങനെ നോക്കുന്നതും എന്താ ഈ ചെയ്യുന്നതെന്ന് ഇവളവിടെ ചോദിക്കുന്നുണ്ട്. അപ്പം സംഘാണെങ്കിൽ നീ ശരിക്കും ഒരു ഫൂളാണോ, അക്കഫോബിയ ഉണ്ടെന്ന് അറിയില്ലേ, പിന്നെ എന്തിനാ അതിന് മുതിർന്നത്, ഇത്രയ്ക്കും ആഗ്രഹമാണോ നിനക്കൊരു സെലിബ്രിറ്റി ആവാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൾക്ക് ശരിക്കും ദേഷ്യം വന്നിട്ടാണ് അവിടെ നിന്ന് എണീറ്റ് പോകുന്നത്. പിന്നാലെ ചെല്ലുന്ന സംഘാണെങ്കിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല, സോറി എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ പോയത് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു അപകടം പറ്റിയ സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു, ഞാൻ സർവൈവ് ചെയ്തല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ വീണ്ടും പണ്ടത്തെ ആ ഒരു സമയത്ത് തന്നെയാണ് ഞാൻ എത്തിയിട്ടുള്ളതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും സങ്കടമാണ് തോന്നിയത്, ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് ഇവള് ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നത്തെ സീനിൽ അച്ഛനാണെങ്കിൽ ഫുഡ് കഴിക്കാൻ ചേച്ചിയെ വിളിക്കുമെന്ന് പറയുമ്പോൾ ചേച്ചി ഓൾറെഡി പോയി എന്നാണ് ബ്രദർ അവിടെ പറയുന്നത്. അവൾ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന അച്ഛനോട് അത് കുഴപ്പമില്ല അച്ഛാ, ചേച്ചിയെ നമ്മളിപ്പോൾ ഒന്നിന് നിർബന്ധിക്കേണ്ട, ആളൊന്ന് ഓക്കെ ആവട്ടെ എന്നാണ് ബ്രദർ അവിടെ പറയുന്നത്. അച്ഛനാണെങ്കിലും അവളെ പറ്റിയിട്ടില്ല പുതിയ വല്ല ന്യൂസും വന്നിട്ടുണ്ടോ എന്ന് സെർച്ച് ചെയ്യാൻ പറയുന്നതും അനിയനാണെങ്കിൽ അതെന്തായാലും ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ ഇവൻ ശരിക്കും ഷോക്ക് ആകുന്നുണ്ട്, ഇതെന്ത് പറ്റി, ട്രെൻഡിങ് ലിസ്റ്റിൽ ഒന്നും തന്നെ ചേച്ചിയെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസും ഇല്ലെന്ന് പറയുമ്പോൾ അനിയത്തിയാണെങ്കിൽ ആ ഫേക്ക് ബ്രെഡ് ആണല്ലേ ന്യൂസിൽ മൊത്തം അവിടെ ചോദിക്കുന്നുണ്ട്. അതായത് സംഘ ലീഹയുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ പങ്കെടുത്തതായിരിക്കും ട്രെൻഡിങ്ങിൽ ഉണ്ടായിരിക്കുക. ഇത് നോക്കുന്ന സംഘും യാങ്ങും ആ മാനേജറും ഒക്കെ അന്തം വിട്ട് നിൽക്കുന്നതും ഇനി എന്താടോ ചെയ്യുക എന്ന് സംഘം ചോദിക്കുന്ന ടൈമിൽ സെക്രട്ടറി ആണെങ്കിൽ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ വയ്യാവേലിക്കൊന്നും പോകണ്ടെന്ന്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ എന്നവിടെ പറയുന്നുണ്ട്. മാനേജറോട് ഒരു ഐഡിയ ചോദിക്കുന്ന ടൈമിൽ ആളാണെങ്കിൽ ഈ ഓൺലൈൻ മീഡിയാസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കിയാലോ എന്നവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന സംഘാണെങ്കിലോ തന്റെ തലയ്ക്കകത്ത് എന്തോ ആൾതാമസില്ലേ എന്ന് പറഞ്ഞ് അപ്പം തന്നെ ഗെറ്റ് ഔട്ട് അടിക്കുന്നതും യാങ് അത് കേൾക്കുന്ന പാടെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് ലീഹയെ മീറ്റ് ചെയ്യുന്ന കിം ആണെങ്കിൽ അയാൾ സുൻവോ ഗ്രൂപ്പത്തെ ആളാണെന്ന് താൻ പറഞ്ഞില്ലല്ലോ, അതെന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെനിക്ക് പറയാൻ തോന്നിയില്ല എന്ന് പറയുന്ന ലീഹയോട് നന്നായി വർക്ക് ചെയ്യണം, വേറെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചോളാനാണ് കിം പറയുന്നത്. ഇത് കേൾക്കുന്ന ലീഹയാണെങ്കിൽ എന്തുദ്ദേശം, അല്ലെങ്കിൽ തന്നെ ഒരു 30-35 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ആളെ കണ്ടുപിടിച്ച് എനിക്കങ്ങ് കല്യാണം കഴിക്കണം, ആ ഒരു ടൈം എന്ന് പറയുന്നത് ഒരു നല്ല ബ്രൈഡ് ആവാനുള്ള ടൈമാണ്, എനിക്ക് അത്ര മാത്രമേ താല്പര്യമുള്ളൂ എന്ന് ഇവൾ പറയുന്നതും ഇത് കേൾക്കുമ്പോൾ കിമ്മിന് എന്തായാലും ദേഷ്യമല്ലേ വരത്തുള്ളൂ. 3 മാസം കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് അവസാനിക്കുമെന്ന് പറയുന്നത് ശരി തന്നെയാണ്, പക്ഷേ അധികം വിളച്ചിലെടുത്താൽ ജൂക്കിക്ക് വന്ന അതേ അവസ്ഥ തന്നെയായിരിക്കും നിനക്കും വരിക, ഒരു നിമിഷം കൊണ്ട് ഈ കാണുന്ന പോപ്പുലാരിറ്റിയൊക്കെ അങ്ങ് അവസാനിക്കുമെന്ന് പറഞ്ഞ് കിം അവിടെ നിന്നും ഇറങ്ങി പോകുന്ന ടൈമിൽ ഇവൾക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഇയാൾ ആരാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്ന് പറഞ്ഞ് ഇവളുടെ അസിസ്റ്റന്റ് പയ്യനോട് ചൂടാകുന്നതും അതുപോലെ കമ്മല് കാണാനില്ലല്ലോ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നഞ്ചൂനാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കുക എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ അണ്ടർവെയർ കാണാനില്ല എന്ന് പറഞ്ഞ് കിജുൻ അത് തപ്പുന്നതും അങ്ങോട്ട് വരുന്ന മിന്നാണെങ്കിൽ ഇതെവിടെ പോയി എന്ന് പറയുമ്പോൾ താൻ എങ്ങനെ എടുത്തിട്ടുണ്ടോ എന്ന് കിജുൻ അവിടെ ചോദിക്കുന്നുണ്ട്. അയ്യേ ഞാനും എന്ന് പറഞ്ഞ് ആളും ഹെൽപ്പ് ചെയ്യുന്ന ടൈമിലാണ് പെട്ടെന്നൊരു ഇയറിങ് മിനിന് കിട്ടുന്നതും ഇതാരുടെ എന്ന് ചോദിക്കുന്ന ടൈമിലാണ് കിജുവിന് ഓർമ്മ വരുന്നത്. അതായത് ആ ബേസ്മെന്റിൽ ലീഹയുടെ കൂടെ പെട്ടല്ലോ, ആ ടൈമിൽ ഇവർ തണുത്ത് വിറച്ചിരിക്കുന്നതും ലീഹയാണെങ്കിൽ താൻ എല്ലടോ പറഞ്ഞത് ആൽക്കഹോൾ കുടിച്ചു കഴിഞ്ഞ് ചൂടാവും ശരീരം എന്നിട്ട് ഇപ്പം തണുത്ത് വിറയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയ കാര്യത്തിൽ സ്റ്റൈലായിട്ട് ഇവൻ കോട്ടൊക്കെ ലീഹയ്ക്ക് ഊരി കൊടുത്തുവെങ്കിലും പിന്നീട് നാണമില്ലാണ്ട് അതേ കോട്ട് തന്നെ തിരിച്ചു തരൂ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ഞാനൊന്നും തരത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇവനാണെങ്കിലോ ഈ തണുപ്പത്ത് ഈ ബേസ്മെന്റിൽ ഇങ്ങനെ കിടന്നാൽ മരിക്കാൻ വരെ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ താൻ എല്ലടോ പറഞ്ഞതൊരു കുഴപ്പമുണ്ടാവില്ലെന്ന്, എന്നിട്ട് ഇങ്ങനെ ആളെ പേടിപ്പിക്കുകയാണോ എന്ന് ലീഹ തിരിച്ചു ചോദിക്കുന്നതും ഇവനാണെങ്കിൽ ഒരു വഴിയുണ്ട്, ഞാൻ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മളിങ്ങനെ കെട്ടിപ്പിടിക്കുകയാണെങ്കിൽ പരസ്പരം ചൂടൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് ഇവൻ ഇവളുടെ അടുത്തേക്ക് വരുമ്പോൾ നിനക്കെന്താ ഭ്രാന്ത് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇവൾ തടയുന്നുണ്ടെങ്കിലും വളരെ തണുപ്പായതുകൊണ്ട് തന്നെ കിജുൻ ഒന്നും നോക്കാതെ ഇവളെ ഹഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സുഖം കിട്ടുന്ന സമയത്ത് ഇവൾക്ക് മനസ്സിലാകുന്നുണ്ട് നല്ല ചൂട് കിട്ടുന്നുണ്ടെന്ന്, ഇവളും നന്നായിട്ട് ഹഗ് ചെയ്യുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. ഇത് ആലോചിച്ചെടുക്കുന്ന കിജുനാണെങ്കിൽ അതൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് മാറാൻ ശ്രമിക്കുമ്പോൾ എന്തോ കള്ളത്തരുണ്ടല്ലോ എന്ന് മിന്ന അവിടെ പറയുന്നുണ്ട്. അപ്പോൾ കിജുനാണെങ്കിലോ താൻ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുമ്പോൾ അല്ല അപ്പോൾ ഇയാൾ ഇന്നലത്തെ TV ഷോ ഒന്നും കണ്ടില്ലേ, ഇന്നലെ സംഘ് ലീഹയുടെ ആ ഫസ്റ്റ് ലവ് പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന കിജുനാണെങ്കിൽ ഷോ തമാശ നന്നായിട്ടുണ്ട്, ഞാൻ ഈ നുണ അങ്ങ് വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ നുണയൊന്നുമല്ല, ഇന്നത്തെ ട്രെൻഡിങ് ലിസ്റ്റിൽ മൊത്തം ആ ന്യൂസാണെന്ന് പറഞ്ഞ് മിനി ഇത് കാണിച്ചു കൊടുക്കുന്ന ടൈമിൽ കിജുന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ഇപ്പോഴാണോടോ താനിത് പറയുന്നതെന്ന് പറഞ്ഞിട്ട് കിജുൻ അവിടെ നിന്ന് വാണം വിട്ട പോലെ ഓടുന്നുണ്ട്. ഇതേ ടൈമിൽ നഞ്ചുനാണെങ്കിൽ ഒരുപാട് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് ഇവളെ ട്രീറ്റ് ചെയ്യുന്നതും നിനക്ക് കുഴപ്പമൊന്നുമില്ല ഓക്കെ അല്ലേ
എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ ലാസ്റ്റ് നിമിഷത്തിൽ ആ ലൊക്കേഷൻ ചേഞ്ച് ചെയ്തത് അതെനിക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട് എന്നൊക്കെ ഇവള് പറയുമ്പോൾ ജൂക്കിയാണെങ്കിൽ എന്ത് സംശയം, ഞാൻ ശരിക്കും അൺലക്കിയാണ്, അതുകൊണ്ടായിരിക്കും. എന്തായാലും ഇത്ര വർഷത്തിന് ശേഷം ഞാനൊരു TV പരിപാടിയിൽ വരുമ്പോൾ ഇത് വലിയ വാർത്തയാകുന്നൊക്കെ ഞാൻ വിചാരിച്ചത്, അതൊന്നും ഉണ്ടായില്ല. എന്തായാലും ജങ്ങിന് അതൊന്ന് ആശ്വസിക്കാന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന നഞ്ജുനാണെങ്കിൽ അല്ല നീ എന്താ വിചാരിച്ചത്, നിന്റെ ഈ ഫസ്റ്റ് അപ്പിയറൻസ് ഒന്നും വലിയ വാർത്തയാവാതിരുന്നത് ശരിക്കും സംഘ് കാരനാണ്, നീ ആളോട് താങ്ക്സ് പറയണം. ലീഹയായിട്ട് ഇന്റർവ്യൂക്ക് വരുന്ന ടൈമിൽ ആളിനോട് ചോദിച്ചിരുന്നു ട്രെൻഡിങ് ലിസ്റ്റിലൊക്കെ വരണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന്. അതിനുശേഷമാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതും അങ്ങനെ ഇന്റർവ്യൂ ഒക്കെ ചെയ്തത് കൊണ്ടാണ് ആ ഇന്റർവ്യൂ ഫസ്റ്റ് പൊസിഷനിൽ വന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ കാണായിരുന്നു. എനിക്ക് ആലോചിക്കാനേ വയ്യ എന്ന് പറയുന്ന ഇവളോട് അപ്പൊ നീ പറഞ്ഞു വരുന്നത് ആൾ എനിക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത് എന്നാണോ എന്ന് ഇവളോട് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന നഞ്ജുനാണെങ്കിൽ സംശയമുണ്ടോ എന്ന് അവിടെ പറയുന്നതും ഇവൾ ആലോചിക്കുന്നത് കഫേയിൽ വെച്ചിട്ട് ഇവൻ ചോദിച്ചിരുന്നല്ലോ അക്വഫോബിയ ഉള്ള ആൾ എന്തിനു ഈ പണിക്ക് പോയെന്ന്. അപ്പോൾ ഇവളാണെങ്കിൽ ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. അതൊക്കെ ആലോചിച്ചെടുക്കുന്ന ഇവൾക്ക് ആകെ ഒരു സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. ഇവളാണെങ്കിൽ അവിടെ നിന്ന് ഇപ്പം വരാമെന്ന് പറഞ്ഞ് നേരെ ഓടുന്നത് ഇവൻ്റെ ഹോസ്പിറ്റലിലേക്കായിരിക്കും. ഇതേ ടൈമിൽ ഹോസ്പിറ്റലിൽ എത്തുന്ന ലീഹയാണെങ്കിൽ ഇവൻ്റെ അടുത്തേക്ക് വരുന്നതും അവിടെ ഇവൻ്റെ അസിസ്റ്റന്റ് ഡോക്ടേഴ്സ് ആണെങ്കിൽ ഇവളെ കാണുമ്പോൾ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ഇവളൊരു സെലിബ്രിറ്റി ആണല്ലോ. ഇവളാണെങ്കിൽ ഞാനൊരു കൺസൾട്ടേഷന് വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, വേറൊരാളിനെ സെറ്റാക്കാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ തന്നെ ഇത് ചെയ്യണമെന്നൊക്കെ ലീഹ പറയുന്നതും ഇത് കേൾക്കുമ്പോൾ കൂടിയുള്ള ഡോക്ടേഴ്സ് ആണെങ്കിൽ ഷൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ബഹളം വെക്കുന്നുണ്ട്. അപ്പോൾ സംഘാണെങ്കിൽ ഇവരെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നതും ഒരു കൺസൾട്ടേഷൻ വേണമെങ്കിൽ അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ അപ്പോയിൻമെൻ്റ് ഒക്കെ ചെയ്തിട്ട് വേണം വരാൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ കഴിഞ്ഞ ദിവസം റൂഡായിട്ട് പെരുമാറിയതിൽ ഇവൻ സോറി പറയുന്നതും ഇവളാണെങ്കിൽ സോറി ഒന്നും വേണ്ട, ഒരു കോഫി വാങ്ങി തന്നാൽ മതി, എനിക്ക് നിങ്ങളെപ്പറ്റി കൂടുതലായിട്ട് അറിയണം എന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ കയ്യിലൊക്കെ കയറി പിടിക്കുന്നുണ്ട്. ഇവനത് ഇഷ്ടമാകുന്നില്ല എന്ന് മാത്രമല്ല ആ ടൈമിലാണ് കറക്റ്റായിട്ട് ജൂക്കി വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ വേണ്ട പിന്നെ ആവാമെന്ന് ഇവൻ ആദ്യം പറയുന്നുണ്ട്. എന്നാൽ ശരിയെന്ന് പറഞ്ഞ് ഇവൾ പോകാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ വേണ്ട ഇപ്പം തന്നെ മീറ്റ് ചെയ്യാമെന്ന് സംഘ് പറയുന്നത് കേട്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലുണ്ട്, നേരെ ഇയാളുടെ ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ജൂക്കി പറയുന്നത് കേട്ട് അയ്യോ ഇപ്പം ഇങ്ങോട്ട് വരണ്ട എന്ന് ഇവൻ പേടിച്ചു പറയുന്നുണ്ട്. കാരണം ലീഹ അടുത്ത് നിൽക്കുന്നുണ്ടല്ലോ. അതെന്താ ബിസി ആണോ എന്ന് ചോദിച്ച് ജൂക്കി നേരെ നോക്കുമ്പോൾ തൊട്ടു മുന്നിലായിട്ട് സംഘും ഇവളും നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ജൂക്കിയാണെങ്കിൽ ഓ ഗസ്റ്റ് ഉണ്ടല്ലേ അതുകൊണ്ടായിരിക്കും ബിസി ആയതെന്ന് പറഞ്ഞ് തിരിഞ്ഞു പോകാൻ നോക്കുമ്പോഴാണ് കറക്റ്റ് അങ്ങോട്ട് കിജുവിന് എത്തുന്നതും. ഇവനാണെങ്കിൽ ലീഹയെ കാണുമ്പോൾ ഫറോ നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ ഇവൻ എന്തിനാ എന്നെ ഇങ്ങനെ വിളിക്കുന്നതെന്നാണ് തിരിച്ചു പറയുന്നത്. കിജുവിനാണെങ്കിലോ ഇവരെ 3 പേരെയും ഒരുമിച്ച് കാണുമ്പോൾ ഈ കോംബോ അത്ര ശരിയല്ലല്ലോ, എനിക്കെന്തോ ബാഡ് വൈബ് അടിക്കുന്നു. അല്ല എനിക്ക് തന്ന പ്രോമിസ് ചേട്ടൻ പാലിച്ചില്ലല്ലേ എന്ന് പറഞ്ഞ് ഇവൻ സംഘിന്റെ നേരെ കൈ ചൂണ്ടുമ്പോൾ ഇത് കാണുന്ന ലീഹയാണെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം അറിയൂ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സംഘാണെങ്കിലോ പിന്നെ നന്നായിട്ട് അറിയാം, നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നീ ഇവൾക്ക് നന്നായി ഒന്ന് പറഞ്ഞു കൊടുക്കുക, എനിക്ക് ജൂക്കിയോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇവൻ ജൂക്കിയെയും പിടിച്ചു കൊണ്ടുപോകുമ്പോൾ കിജുവിനാണെങ്കിൽ ലീഹയോട് ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ പരിപാടിക്ക് സംഗിനെയും പിടിച്ചുകൊണ്ട് പോയേന്ന്. അപ്പോൾ ഇവളാണെങ്കിൽ തനിക്ക് എന്താ എനിക്കിഷ്ടമുള്ള പരിപാടിയൊക്കെ ഞാൻ ചെയ്യുമെന്ന് പറയുന്നതും അതൊന്നും പറ്റത്തില്ല എനിക്ക് കുഴപ്പമുണ്ടെന്നൊക്കെ ഇവനവിടെ പറയുന്നുണ്ട്. കിം ആണെങ്കിലോ എന്താ ഇങ്ങോട്ട് വന്നേന്ന് പറയുമ്പോൾ ഇവൾക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഞാൻ മറന്നുപോയി എന്ന് പറയുന്ന ജൂക്കിയോട് മറന്നുപോയോ, അങ്ങനെ വരത്തില്ലല്ലോ എന്ന് സംഘ് പറയുന്നതും ഇവളാണെങ്കിൽ നല്ല ഹാപ്പിയിലാണല്ലോ, ഓ ഫസ്റ്റ് ലവിനെ കണ്ടുപിടിച്ചല്ലോ അതുകൊണ്ടായിരിക്കില്ലെന്ന് ചോദിക്കുമ്പോൾ ഇവന് ചിരിയാണ് വരുന്നത്. ഇവനാണെങ്കിൽ ദേ കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരുമെന്ന് പറയുമ്പോൾ ഇവളവിടെ പറയുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ടാണോ ആ ഷോയ്ക്ക് അന്ന് വന്നത്, അങ്ങനെ ഞാൻ അറിഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നതും ഇത് കേൾക്കുന്ന സംഘാണെങ്കിൽ ഭാഗ്യം ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, എന്നോട് താങ്ക്സ് പറയാൻ വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ നല്ലതിന് വേണ്ടി ഇങ്ങനെ സ്വയം ബലിയാടാവേണ്ട ആവശ്യമൊന്നുമില്ല, മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും സഹായം സ്വീകരിക്കാമെന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ദേഷ്യമുള്ള കാര്യമാണെന്നൊക്കെ ഇവൾ പറയുമ്പോൾ ഓ ശരി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ഇവൻ പോകുന്നതും ഇവളാണെങ്കിൽ നമുക്കൊന്ന് പുറത്തു പോയി ഫുഡ് കഴിച്ചാലോ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ല ഒന്നുമില്ല ഇങ്ങനെയൊക്കെ എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തതല്ലേ എന്ന് പറയുമ്പോൾ താൻ എന്നെ ഡേറ്റിങ്ങിന് വേണ്ടി വിളിക്കുകയാണോ എന്നാണ് സംഘ് അവിടെ തിരിച്ച് ചോദിക്കുന്നത്. അപ്പോൾ ഇവളാണെങ്കിൽ ഡേറ്റിങ്ങോ ആര് പറഞ്ഞു, താൻ കുറേ കാലം പുറത്തൊക്കെ പഠിച്ചതല്ലേ അതുകൊണ്ടായിരിക്കും കൊറിയ ശരിക്കും മനസ്സിലാവാത്തത്, കൊറിയയിൽ ജസ്റ്റ് പുറത്തു പോയി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ അത് ഡേറ്റിംഗ് ഒന്നും അല്ല എന്ന് ഇവൾ പറയുന്നതും ഇവനാണെങ്കിൽ ഡേറ്റിംഗ് തന്നെയാണ്, ശരി എവിടെ വെച്ചിട്ടാ എപ്പോഴെന്നൊക്കെ ചിരിച്ചുകൊണ്ട് ഇവൻ ചോദിക്കുന്ന ഒരു ഫണ്ണി സീനാണ് അവിടെ കാണിക്കുന്നത്. ഇതേ ടൈമിൽ കിജുനും ലീഹയാണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്നതും ഇവരുടെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ശരിക്കും ഇവർ പ്രണയത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ മിന്ന അവിടെ പറയുന്നുണ്ട് ഒന്നെങ്കിൽ ഇവർ സീരിയസ് അതല്ലെങ്കിൽ ജസ്റ്റ് ഫ്ലേർട്ടിംഗ് ആണെന്ന്. ഇതേ ടൈമിൽ കിജുനാണെങ്കിൽ വലിയ കാര്യത്തിൽ മുഖമൊക്കെ പൊത്തിയിട്ടാണ് ഈ ജ്യൂസ് കുടിക്കുന്നതും. ഇത് കാണുന്ന ലീഹയാണെങ്കിൽ അതെ താൻ ആരാന്ന വിചാരം, താൻ വലിയ സെലിബ്രിറ്റി ഒന്നുമല്ല, ഇങ്ങനെ ഇരുന്ന് കഷ്ടപ്പെട്ടിട്ടൊന്നും കഴിക്കേണ്ട എന്ന് പറയുന്നതും ഇവനാണെങ്കിൽ അല്ല നീ എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചത്, എന്നെയായിട്ട് അങ്ങനെ ക്ലോസ് ആവാനൊന്നും നോക്കണ്ട, എന്നെ ഡേറ്റ് ചെയ്യാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അതൊന്നും നടക്കത്തില്ല എന്ന് പറയുന്ന കിജുവിനോട് തനിക്ക് എന്താടോ ഭ്രാന്തുണ്ടോ എന്നാണ് ലീഹ അവിടെ ചോദിക്കുന്നത്. ഇവനാണെങ്കിൽ ഇങ്ങനെ കേക്ക് കഴിക്കുന്നത് കാണുമ്പോൾ
ശരിക്കും ഒരു ഇഡിയറ്റിനെ പോലെ ഉണ്ടെന്ന് ലീഹ അവിടെ പറയുന്നതും ആ ഫംഗ്ഷൻ്റെ അന്ന് ബേസ്മെന്റിൽ നടന്ന കാര്യം അത് താൻ ആരോടും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്ന ലീഹയോട് അയ്യോ മിണ്ടാതിരിക്കും, എൻ്റെ അമ്മ എങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊല്ലും, താൻ ആരോടും പറയല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ലീഹയാണെങ്കിൽ താനായിട്ട് ആരോടും പറയാതിരുന്നാൽ മതി എന്നാണ് അവിടെ പറയുന്നത്. അതുപോലെ ഈ സംഘമായിട്ട് എങ്ങനെയാ ക്ലോസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പങ്കെടുത്ത ക്വിസ് ഷോ അത് താൻ കണ്ടില്ലേ എന്നാണ് തിരിച്ച് ചോദിക്കുന്നത്. ഓ ഞാൻ കണ്ടില്ലേ എന്ന് ഇവൾ പറയുന്നതും ഇവനങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ നല്ല ക്ലോസ് ആയി എന്ന് ഇവൻ പറയുമ്പോൾ എന്നാൽ ശരി ആളുടെ നമ്പർ ഇങ്ങോട്ട് എടുക്കുന്നു പറയുന്ന ലീഹയോട്. ഓഹോ അപ്പം അതാണ് കാര്യം, നമ്പറിന് വേണ്ടിയിട്ടാണ് ഇതുവരെ വിളിച്ചു വരുത്തിയതല്ലേ എന്ന് ഇവൻ ചോദിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനില് കിം ആണെങ്കിൽ ആലോചിക്കുന്നത് ഇവളെ ക്വിസ് ഷോയ്ക്ക് വന്നപ്പോൾ പറഞ്ഞിരുന്നു ഞാൻ വരണമെന്ന് വിചാരിച്ചതല്ല, മറ്റൊരാൾക്ക് പകരം വന്നതാണെന്ന്. പിന്നീട് സ്ക്രീനിൽ ഇവൻ കാണുന്നത് കിജുവിൻ്റെ കൂടെ സംഘ് നിൽക്കുന്നതാണ്. അതുപോലെ ഇന്റർവ്യൂവിനും സംഘ് വരത്തില്ല എന്ന് പറഞ്ഞു, പക്ഷെ ലാസ്റ്റ് നിമിഷത്തിൽ അവൻ വന്നു. അതുപോലെ ഇവരുടെ ഈ ബിൽഡിങ്ങിന്റെ അവിടെ വെച്ച് തന്നെ ഇവരെ രണ്ടുപേരെയും കിം ഒരുമിച്ച് കണ്ടിരുന്നു. ഇവർ തമ്മിൽ അപ്പോൾ എത്ര കാലമായിട്ട് അറിയാമെന്നാണ് ഇവൻ അവിടെ വിചാരിക്കുന്നത്. ആ ടൈമിലാണ് കറക്റ്റ് ജങ് അങ്ങോട്ട് കയറി വരുന്നതും ആ ഒരു പരിപാടിയിലെ ലൊക്കേഷൻ മാറ്റിയത് നീ കാരണമാണല്ലേ, ജൂക്കിക്ക് അക്വഫോബിയ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് ഇയാൾ അങ്ങ് അലമ്പാകുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ കിം ആണെങ്കിലും കൂളായിട്ട് ജസ്റ്റ് ഫണ്ണിന് വേണ്ടി ചെയ്തതാന്നൊക്കെ പറയുമ്പോൾ ഇയാൾക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ആളുകളുടെ ഇമോഷൻസ് വെച്ചിട്ടാണോ കളിക്കേണ്ടത്, നീ എൻ്റെ കയ്യിൽ നിന്ന് ലീഹയെ തട്ടിയെടുത്ത സമയത്ത് ഞാൻ വെറുതെ വിട്ടു, പക്ഷെ ഇത് സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ കിം ആണെങ്കിൽ ഒരു കൊല ചെയ്യുക, പിന്നീട് ആ കൊലയാളി ഓരോ പരിപാടിയിലേക്കൊക്കെ വന്ന് ആളുടെ ഇമേജ് ഒക്കെ നന്നായിട്ട് നീറ്റാക്കാൻ ശ്രമിക്കുക, ഇതിനൊക്കെ നിങ്ങൾ കൂട്ടു നിൽക്കുന്നത് തന്നെ തെറ്റാണ് സാറേ എന്നൊക്കെ കിം പറയുന്നതും ഇതൊക്കെ കേട്ടിട്ട് അങ്ങനെ ദേഷ്യം വന്നിട്ട് ഇവനെ നന്നായിട്ട് ചീത്തയും വിളിച്ചിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. ഇതേ ടൈമിൽ ജൂക്കി ഓഫീസിലേക്ക് വരുമ്പോൾ മിന്നാണെങ്കിൽ ചോദിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കെ അല്ലേ എന്ന്. ഇവളാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നതും ഡയറക്ടർ എവിടെയെന്ന് ചോദിക്കുന്ന ടൈമിൽ കിമ്മാണ് ആ പരിപാടിയിൽ അവസാനമായിട്ട് ലൊക്കേഷൻ ചേഞ്ച് ചെയ്തത്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അറിയുന്ന ജൂക്കി ആണെങ്കിൽ ദേഷ്യത്തിൽ നേരെ കിമ്മിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇവളാണെങ്കിൽ ദേഷ്യത്തിൽ എനിക്ക് അക്വഫോബിയ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തത്, നിങ്ങൾക്ക് എന്ത് സുഖം ഇതിൽ നിന്ന് കിട്ടുന്നതെന്ന് ഇവളവിടെ ചോദിക്കുന്നതും ഇവനാണെങ്കിൽ ആഹാ നീ തീരെ റെസ്പെക്റ്റ് ഇല്ലാതെയാണല്ലോ എന്നോട് സംസാരിക്കുന്നത്, ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നീ വളർന്നു എന്ന് ചോദിക്കുന്ന ഈ കിമ്മിനോട് റെസ്പെക്റ്റ് തന്ന് സംസാരിക്കാൻ താൻ ആരാന്ന തൻ്റെ വിചാരം എന്ന് ഇവൾ ദേഷ്യത്തിൽ ചോദിക്കുന്നതും കിമ്മാണെങ്കിൽ അതുകൊള്ളാം, ഒരു കൊലയാളി കുറേ വർഷങ്ങൾക്ക് ശേഷം കൊലയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നാൽ അതെങ്ങനെ നടക്കും, ഒന്നില്ലെങ്കിലും ആ മരിച്ച മിൻഹ്യൂങ്ങിൻ്റെ ഫാൻസിന് അതങ്ങ് സങ്കടാവത്തില്ല എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഫാൻസിന് പിരികേറ്റി കൊടുക്കുന്നത് താനല്ലേ, തനിക്ക് എന്ത് സുഖാടോ കിട്ടുന്നതെന്ന് ഇവൾ ചോദിക്കുന്നതും കിമ്മാണെങ്കിൽ നീ ഒരു കൊലയാളിയാണ്, നീ തന്നെയാണ് മിൻഹ്യൂങ്ങിനെ കൊന്നത്, അതുകൊണ്ട് നീ ഇങ്ങനെ തിരിച്ചു വരാതെ ആ ഒരു കാര്യം ആലോചിച്ച് നീറി ജീവിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അയാളെ കൊന്നിട്ടില്ല എന്നിവൾ അവിടെ ഉറക്കെ പറയുന്നുണ്ട്. അങ്ങനെ തന്നെ നീ പറയണം, അല്ല നിനക്ക് അങ്ങനെ പറയാനല്ലേ പറ്റത്തുള്ളൂ, പക്ഷേ അതെല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണെന്നൊക്കെ പറയുന്നതും ഇവളാണെങ്കിൽ ദേഷ്യത്തിൽ ഈ കഴിഞ്ഞ 3 വർഷം എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു, കാരണം ഞാൻ കാരണമാണ് നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നതെന്ന് ആലോചിച്ചു, പക്ഷേ ഇനി ആ ഒരു വിചാരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്നും ദേഷ്യത്തിൽ പോകുമ്പോൾ നിനക്ക് സംഗിനെ എങ്ങനെ അറിയുക എന്ന് കിം അവിടെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ജൂക്കിയാണെങ്കിൽ അത് തന്നോട് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുമ്പോൾ അപ്പോൾ അവൾക്ക് സംഗിനെ അറിയത്തില്ല എന്ന് അപ്പോഴും പറഞ്ഞില്ല എന്നാണ് ഈ കിം അവിടെ പറയുന്നത്. നെക്സ്റ്റ് സീനിൽ സംഗിന്റെ ഡോക്ടറും പിന്നെ ആ പാര ഡോക്ടറും ഒക്കെ ചെയർവുമണിനെ കാണുന്നതും ഈ പാര ഡോക്ടർ ആണെങ്കിൽ ഈ സംഗിന് വലിയ കുഴപ്പമുണ്ടെന്നൊക്കെ താൻ പറഞ്ഞത് ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ മരിക്കാൻ പോകും, 3 വർഷം മുന്നേ നടന്ന ആക്സിഡന്റിന് ശേഷം അവനൊന്നും ഓർമ്മയില്ലെന്ന്, എന്നിട്ടിപ്പോൾ ആൾ എന്ത് കൂളായിട്ട് നടക്കുന്നത്, നല്ല ഹെൽത്തി ആയിട്ടാണെന്നൊക്കെ പറയുന്നതും ഇത് കേൾക്കുന്ന സംഗിന്റെ ഡോക്ടറാണെങ്കിൽ ഒരാളുടെ ശരീരം കണ്ടിട്ട് അയാൾ ഹെൽത്തി ആണോന്നൊന്നും തീരുമാനിക്കാൻ സംഗിന്റെ കേസിൽ പറ്റില്ല, സംഗിന്റെ കാര്യത്തിൽ ആളുടെ ബ്രെയിനിനാണ് കുഴപ്പം എന്നൊക്കെ പറയുന്നതും ഇത് കേൾക്കുന്ന ഭാര ഡോക്ടറാണെങ്കിൽ ഇയാൾ പറഞ്ഞതുപോലെ നമ്മൾ കേട്ടിരുന്ന സംഘ് തീരുമാനിച്ചതുപോലെ തന്നെ ആ ഹീലിംഗ് വില്ലേജിന്റെ പ്രൊജക്ട് കംപ്ലീറ്റ് ആക്കുന്നു മാത്രമല്ല ഇയാൾ ഹോസ്പിറ്റൽ ബ്രാഞ്ചിൽ ഡയറക്ടറായിട്ട് ഇരിക്കും, അത് തന്നെയായിരിക്കും ഇയാളുടെ ഉദ്ദേശം എന്നൊക്കെ പറയുന്നതും ഇത് കേൾക്കുന്ന സംഘിന്റെ ഡോക്ടറാണെങ്കിൽ സംഘിന്റെ കേസിന്റെ കാര്യം സംസാരിക്കുമ്പോൾ ഞാൻ സെൻട്രൽ ഡയറക്ടർ ആവണേന്റെ കാര്യമൊക്കെ എന്തിനാ ഇവിടേക്ക് വലിച്ചിഴക്കുന്നത്, എനിക്കറിയാം നിങ്ങൾക്ക് ആ പൊസിഷൻ നല്ല ആഗ്രഹമുണ്ട്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ പാര ഡോക്ടറാണെങ്കിൽ എനിക്ക് നല്ല ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടെ ആകെ അലമ്പാകുന്നുണ്ട്. അതായത് രണ്ടുപേരുടെ ഉദ്ദേശം അത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ചെയർവുമൺ ആണെങ്കിൽ രണ്ടുപേരോട് പുറത്തു പോകാൻ പറയുന്നതും ഇവളുടെ തൊട്ടു മുന്നിൽ ഈ ഹീലിംഗ് വില്ലേജ് പ്രോജക്റ്റിന്റെ ഫംഗ്ഷൻ മാറ്റാനുള്ള ഒരു ഫയൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതെടുത്ത് നോക്കുന്നതും അതിൽ സംഘ് സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിങ്ങനെ ചെയർവുമൺ നോക്കിയിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിലാണെങ്കിൽ ഡോക്ടർ അതായത് സംഘ് നേരത്തെ കണ്ടപ്പോൾ ഒരു ചിത്രം വരച്ചു കൊടുത്തിരുന്നു, ഇത് ഡ്രീമാണോ അതോ എൻ്റെ പാസ്റ്റ് നടന്ന കാര്യമാണോ എന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് ആ ഒരു ചിത്രം ഡോക്ടർ നോക്കിയിരിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ പതിവ് പോലെ സംഘ് ഇവൻ്റെ ഡയറിയൊക്കെ വായിക്കുന്നതും ഇവള് ഡേറ്റിങ്ങിന് വിളിച്ചല്ലോ അതൊക്കെ ആലോചിച്ച് ചിരിച്ചിവൻ ബോർഡിൽ എന്തോ
നോട്ട് ചെയ്യാൻ വരുമ്പോഴാണ് 9 മണിക്ക് ബോർഡ് മീറ്റിംഗ് ഉണ്ടെന്നുള്ളൊരു കാര്യം ഇവൻ അവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ ഈ കാര്യം ഇവൻ ഡയറിയിൽ എഴുതിയിട്ടില്ല. ഇവനാണെങ്കിൽ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് ആകെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് കിജുൻ വരുന്നതും കിജുനെ കാണുമ്പോൾ ഇവൻ ശരിക്കും ഞെട്ടുന്നുണ്ട്. നീ എന്താ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് കൊള്ളാം, ചേട്ടനല്ലേ ഇന്നലെ രാത്രി എനിക്ക് വാതിൽ തുറന്ന് തന്നത്, മറന്നു പോയോ എന്ന് ചോദിക്കുമ്പോൾ നീ അപ്പം ഇവിടെയാണോ ഇന്നലെ കിടന്നേ എന്ന് അവിടെ സംഘം ചോദിക്കുന്നുണ്ട്. അതുപോലെ ഇവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ എന്തുകൊണ്ടായിരിക്കും ഇവൻ വന്ന കാര്യം ഡയറിയിൽ എഴുതാതിരുന്നത് എന്ന്. ആ ടൈമിലാണ് അങ്ങോട്ട് യാങ് വരുന്നതും. ആഹാ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ടൈമിൽ കിജുനാണെങ്കിൽ ഞാൻ ഇന്നലെ ഇവിടെ വന്ന കാര്യമൊന്നും ചേട്ടൻ ഓർമ്മയില്ലെന്നാ പറയുന്നത്, ചേട്ടൻ എന്താ വല്ല അസുഖം ഉണ്ടോ എന്ന് ഫണ്ണാക്കി പറയുന്നതും. സംഘാണെങ്കിൽ ഇന്ന് 9 മണിക്ക് ബോർഡ് മീറ്റിംഗ് ഉണ്ടോ എന്ന് യാങ്ങിനോട് ചോദിക്കുന്നുണ്ട്. ആ ഉണ്ടല്ലോ, എന്താ അത് നോട്ട് ചെയ്തില്ലേ എന്ന് യാങ് ചോദിക്കുമ്പോൾ മീറ്റിംഗിന്റെ കാര്യം എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ എന്ന് കിജുൻ അവിടെ പറയുന്നതും സംഘ റെഡിയാവാൻ പോകുമ്പോൾ ഞാൻ വരേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ കിജുൻ അവിടെ ചോദിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ യാങ് ആണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ എല്ലാ ഡയറക്ടർമാരെയും വിളിച്ചുകൊണ്ടുള്ള ഒരു മീറ്റിംഗ് ആണ് നടക്കുന്നത്. ആ പാറ ഡോക്ടർ ആണെങ്കിൽ സുൻബോ ഹോസ്പിറ്റലിന്റെ എക്സ്റ്റൻഷനെ പറ്റിയിട്ട് സംസാരിക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. എന്നാൽ അതിന് മുന്നേയായി ഹീലിംഗ് വില്ലേജിന്റെ പ്രൊജക്ട് അതിന്റെ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്തതിനെ പറ്റി നമുക്ക് സംസാരിക്കാമെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന സംഘിന്റെ കിളി പോകുന്നുണ്ട്. ഇവനാണെങ്കിൽ അല്ല, ഈ പ്രൊജക്ടിനെ പറ്റി ഇപ്പം എന്തിനാ സംസാരിക്കുന്നത്, ഇത് വരാൻ പോകുന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ പാര ഡോക്ടർ ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് അത് കൊള്ളാം, ഈ പ്രൊപ്പോസൽ താൻ തന്നെയല്ലേ സബ്മിറ്റ് ചെയ്തതെന്ന് പറഞ്ഞ് ഇവൻ സൈൻ ചെയ്തിട്ടുള്ള ആ പ്രൊപ്പോസൽ ഇവന് നേരെ കാണിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഈ പ്രൊപ്പോസൽ സബ്മിറ്റ് ചെയ്തു എന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് ഇവൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ അവിടെയുള്ള എല്ലാവർക്കും കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇയാളല്ലേ ഇത് സൈൻ ചെയ്തത്, പിന്നെ ഇതാരാ സൈൻ ചെയ്തതെന്ന് എല്ലാവരും ഇങ്ങനെ അടക്കം പറയുന്നുണ്ട്. ഇവനാണെങ്കിൽ ആകെ പെട്ടുപോവുകയാണ്, ഒന്നും ഓർമ്മയുണ്ടായിരിക്കില്ല. പിന്നീട് ഇവനെ മീറ്റ് ചെയ്യുന്ന ഡോക്ടർ ആണെങ്കിൽ തനിക്ക് ഈ ഒരു കാര്യം ഓർമ്മയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു പ്രൊജക്ടിന്റെ ഫംഗ്ഷൻ മാറ്റിവെക്കാൻ ഞാൻ എന്തിനാ പറയേണ്ടത്, അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് ഇവൻ അവിടെ പറയുന്നതും ഇത് കേൾക്കുന്ന ഡോക്ടർ ആണെങ്കിൽ അങ്ങനെ ഇല്ല എന്നൊന്നും പറയണ്ട, ഈ ഹീലിംഗ് വില്ലേജിന്റെ പ്രൊജക്ട് മാറ്റി ഇതൊരു ബ്രാഞ്ച് ഹോസ്പിറ്റലാക്കി മാറ്റണം, അതായത് ഹീലിംഗ് വില്ലേജിന്റെ പ്രൊജക്ടിനെ പറ്റിയിട്ടുള്ള ആ ഒരു ഫണ്ടൊന്നും സെറ്റ് ആവാത്തത് കൊണ്ടാണ് എന്നൊക്കെയാണ് അതിൽ എഴുതിയിട്ടുള്ളതെന്ന് ഡോക്ടർ അവിടെ പറയുന്നുണ്ട്. അതായത് നേരത്തെ പറഞ്ഞില്ലേ ഈ ബ്രാഞ്ച് ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ ആരാകും എന്ന് പറഞ്ഞ് ഇവർ തല്ലുകൂടിയല്ലോ, അത് ഇതാണ് സംഭവം. എന്നാൽ ഡോക്ടർ ആണെങ്കിൽ ഒന്നും അറിയാത്ത പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന സംഘാണെങ്കിൽ എനിക്ക് തീരെ ഓർമ്മ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നതും ഡോക്ടർ ആണെങ്കിൽ ഇതും ഒരു അസുഖ ലക്ഷണമാണ്, അതായത് ഇവന്റെ അസുഖം ഇങ്ങനെ കൂടി വരികയാണല്ലോ, ആ ടൈമിൽ നമ്മൾ ചെയ്ത കാര്യം കൂടി നമുക്ക് ചെയ്തില്ല എന്നേ ഓർമ്മ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും പോകുമ്പോൾ ഇവൻ വേഗം തന്നെ വീട്ടിൽ പോയിട്ട് തലേ ദിവസത്തെ ഡയറിയിൽ ഇവനിത് നോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ കറക്റ്റ് ഈ ബോർഡ് മീറ്റിങ്ങിനെ പറ്റി എഴുതി വെച്ചിട്ടുമുണ്ട്. ഇത് നോക്കുന്ന സംഘാണെങ്കിൽ ഞാൻ ഈ പ്രൊജക്റ്റ് പ്രൊപ്പോസൽ ചെയ്തിട്ടുണ്ടോ, അതെങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ആകെ കൺഫ്യൂസ്ഡ് അടിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് ഇവൻ ആന്റിമാരെ മീറ്റ് ചെയ്യുന്ന ടൈമിൽ ഇത്രയും വലിയൊരു പ്രൊപ്പോസലിനെ പറ്റി നീ എങ്ങനെയാ മറന്നുപോയത്, നിനക്കൊരു ബോധം പോലും ഇല്ലേ, എല്ലാവരുടെ മുന്നിൽ വെച്ച് ആകെ നാണം കെട്ടുപോയി, ഇനി എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നതും ഇവനാണെങ്കിൽ പുതുതായിട്ട് പ്രൊപ്പോസൽ ചെയ്ത ഈ പ്രൊജക്ടിനെ പറ്റി ആലോചിക്കാൻ ഇത്തിരി സമയം അവിടെ ചോദിക്കുന്നുണ്ട്. ചെയർവുമൺ ആണെങ്കിലോ അടുത്ത ബോർഡ് മീറ്റിംഗിൽ ഇതിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റി നീ ഏറ്റെടുക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഇവനൊന്നും തിരിച്ചു പറയുന്നില്ല. നെക്സ്റ്റ് സീനിൽ കിജുൻ ആണെങ്കിൽ ഒരു പാർലറിലേക്ക് പോകുന്നതും അപ്പോൾ അവിടുത്തെ ലേഡി ആണെങ്കിൽ അല്ല, ഓഡ് ബോൾ ഫംഗ്ഷനിൽ ഒരു റൂമർ കേൾക്കുന്നുണ്ടല്ലോ, ഈ ഡയറക്ടർ സംഘും ജൂക്കിയും കിസ് ചെയ്തുവെന്ന്, അത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ കിജുൻ ശരിക്കും ഞെട്ടുന്നുണ്ടെന്ന് മാത്രമല്ല ഇവനാകെ വിഷമം വരുന്നൊരു സീനാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ സംഘാണെങ്കിൽ ഹോസ്പിറ്റലിൽ അവൻ്റെ ടെസ്റ്റ് റിസൾട്ടൊക്കെ നോക്കുന്നതും എൻ്റെ ഓർമ്മകൾക്ക് ഇത് എന്താ സംഭവിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ അങ്ങ് കൺഫ്യൂസായി നിൽക്കുന്ന ടൈമിൽ ഇതൊക്കെ ഡോക്ടർ കാണുന്നുണ്ട് കേട്ടോ. ഡോക്ടർ ആണെങ്കിൽ നേരെ പോകുന്നത് ഇവരുടെ ഓഫീസിൽ തന്നെ. സംഘിൻ്റെ അച്ഛനായിരുന്നല്ലോ മുന്നത്തെ ചെയർമാൻ, ആളുടെ മരണശേഷം കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ആൽബാക്കിയിട്ട് ഓഫീസിൽ തന്നെയായിരിക്കും സൂക്ഷിക്കുന്നത്. സോ അത് ചോദിച്ചുകൊണ്ടാണ് ഡോക്ടർ അവിടെ എത്തുന്നത്. അപ്പോൾ ഇയാളാണെങ്കിൽ ഈ ഫോട്ടോസൊക്കെ ഇപ്പം എന്തിനാ ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു കാര്യം കൺഫേം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർ ആൽബം നോക്കുന്ന ടൈമിൽ സംഘ് വരച്ച അതേ ചിത്രം അവിടെ ഒരു ഫോട്ടോയായിട്ട് കാണുന്നുണ്ട്. പിന്നീട് ഡോക്ടർ ആണെങ്കിൽ സംഘ് വരച്ച ചിത്രം ഇത് തന്നെയാണോ എന്ന് കൺഫേം ചെയ്യുന്നതും അപ്പോൾ പണ്ടത്തെ കാര്യമൊക്കെ ഇവന് ഓർമ്മ വരുന്നുണ്ടോ എന്ന് ഡോക്ടർ അവിടെ ചോദിച്ചാകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത്.